ഈ ലോകത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു നന്മ എന്താണ്? പ്രവാചകർ പറഞ്ഞു കൊടുക്കുകയാണ്, നീ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക, അതാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കൽ ഏറ്റവും വലിയൊരു നന്മയാണ്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കണം? നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കണം. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കണം. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, മറ്റു കുടുംബക്കാർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ വിദ്യാർത്ഥികൾ, അങ്ങനെ നാം ഇടപെടുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം നിറക്കലാണ് ഏറ്റവും വലിയ നന്മ എന്ന് പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാറുണ്ടോ? മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, അവർക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതിൽ എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ അയൽവാസികളെ നാം സന്തോഷിപ്പിക്കാറുണ്ടോ? നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നാം ഇടപെടുന്ന നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നാം എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ട്? അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുക, മറ്റുള്ളവർ എത്രമാത്രം എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്? എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, അവർ എത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ആലോചിക്കുക. പലപ്പോഴും സന്തോഷിപ്പിക്കുന്നതിലും സന്തോഷം ലഭിക്കുന്നതിലും നമ്മൾ വളരെ പിറകിലാണ്. ഇത് മാറ്റണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് ലഭിക്കാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിക്കും, യാതൊരു സംശയവുമില്ല. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും അസൂയ, കുശുമ്പ്, സഹകരണമില്ലായ്മ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് സന്തോഷം ഉണ്ടാവാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും മറ്റുള്ളവരോടൊന്ന് പുഞ്ചിരിക്കുക, ഒന്ന് കൈ കൊടുക്കുക, നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമുക്ക് സന്തോഷമുണ്ടാവും. പണ്ട് ഒരു കർഷകന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കർഷകനോട് ചോദിച്ചു, നിങ്ങളുടെ ആ സുന്ദരിയായ മോളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? കർഷകൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ 3 കാളയുണ്ട്. ആ 3 കാളകളിൽ ഏതെങ്കിലും ഒരു കാളയുടെ വാൽ നീ പിടിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു തരാം. ആ ചെറുപ്പക്കാരൻ വന്നു, 1ാമത്തെ കാളയെ കൊണ്ടുവരാൻ പറഞ്ഞു. 1ാമത്തെ കാള കുറച്ച് ശക്തനായ കാളയായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, 2ാമത്തതിനെ കൊണ്ടുവരും, ഞാൻ അതിൻ്റെ വാല് പിടിക്കാം. 2ാമത്തെ കാളയെയും കൊണ്ടുവന്നു. ശക്തി അല്പം കുറഞ്ഞ് മെലിഞ്ഞൊരു കാളയാണെങ്കിലും ആ ചെറുപ്പക്കാരൻ വിചാരിച്ചു, 3ാമത്തെ കാള ഇതിലും ചെറിയൊരു കാളയായിരിക്കും, അതിൻ്റെ വാല് പിടിക്കാം. അവസാനം 3ാമത്തെ കാളയെ കൊണ്ടുവന്നു. ചെറിയൊരു കാളയാണ്, മെലിഞ്ഞ കാളയാണ്, ഇതിനെ ഞാൻ പിടിക്കും, ഇതിൻ്റെ വാല് ഞാൻ പിടിക്കും, കർഷകൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ കാളയുടെ വാല് പിടിക്കാനായി ബേക്കിലേക്ക് പോയപ്പോൾ ആ കാളക്ക് വാൽ ഇല്ല. ആ കാളക്ക് വാലില്ലായിരുന്നു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ അവസരങ്ങൾ പാഴാക്കുകയാണ്. സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ കൈവിട്ടു പോയാൽ പിന്നെ ആ നിമിഷങ്ങൾ നമുക്ക് ലഭിച്ചോളണം എന്നില്ല. അതുകൊണ്ട് സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക. പങ്കുവെക്കുന്ന സന്തോഷം ഇരട്ടിയാകും, പങ്കുവെക്കുന്ന ദുഃഖം പാതിയായി കുറയും എന്നാണ്. സന്തോഷങ്ങൾ പങ്കുവെക്കുക, സന്തോഷത്തിൽ പങ്കാളികളാവാൻ നമുക്കതിന് സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും